കുട്ടമ്പുഴ ഉരുളൻതണ്ടിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഉരുളൻതണ്ടി സ്വദേശി എൽദോസ് ആണ് കൊല്ലപ്പെട്ടത്. കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ 6 മാസത്തോളമായി പ്രദേശത്ത് കാട്ടാനയുടെ ശല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ ആനയല്ലത്. ആ ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാണ്ട് ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയുണ്ടാവും. ഈ നാട് നശിക്കുള്ളൂ. നമ്മൾ എന്ത് പറയാം, അത് മാത്രമേ പരിഹാരമുള്ളൂ. ഡ്യൂട്ടിക്കാരുടെ ഞങ്ങൾ എന്താ പറയാ, സംസാരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് ലെവലിൽ ഏകദേശം ഒരു 24 lakhs സെറ്റിൽമെന്റ് കൊടുക്കാനുള്ള നിയമമുണ്ട് പല വകുപ്പുകളനുസരിച്ച്. അതിൻ്റെ എന്തെങ്കിലും ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ യു ക്യാൻ ആസ്ക് കിഫ മെമ്പർ ഓർ എനിവൺ. അവർക്ക് പ്രോപ്പർ സ്റ്റഡി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി ഉള്ളവരുണ്ട്. 24 lakhോളം സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള വകുപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, സാധാരണ നടക്കുന്ന ഒരു ഫോർമാലിൽ സെറ്റിൽമെൻറ്റ് ഞങ്ങൾ ചെയ്യില്ല. ആ 24 lakhs പ്ലസ് ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ലൈക്ക് ഫെൻസിങ്, പ്രോപ്പർ ഫെൻസിങ്. 7 ആയപ്പോൾ ആ ചേട്ടൻ കടയിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനാന്ന് പറഞ്ഞപ്പോൾ അമൃതവണ്ടി വന്നപ്പോൾ ഓടി കയറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച്. ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ മകനാണ് ഏക ആശ്രയം. രാവിലെ പണിക്കും വേലയ്ക്കുമായിട്ട് ഇറങ്ങി തിരിച്ചതാ. വൈകുന്നേരം 8 ആയപ്പോൾ വീട്ടിൽ അമ്മ ചോറും ആയിട്ട് കാത്തിരുന്നു. ഇപ്പം മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഈ ജനത്തിന് ഒരു വിലയില്ലേ? ഈ ആത്മാവിന് ഒരു വിലയില്ലേ? ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാർഗ്ഗമില്ലേ? ഒന്നും വേണ്ട. ഗ്നാച്ചേരിയിൽ നിന്ന് ഉരുളനണ്ടിയിൽ നിന്ന് ഗ്നാച്ചേരി വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പാടില്ലേ? എന്നും പറയാൻ ചെയ്യാൻ എന്നാ ചെയ്യുന്നേ?